നമസ്കാരം. പണത്തിന് ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ 50 ലക്ഷം രൂപ വരെ 7 വർഷത്തേക്ക് ഈട്, ജാമ്യം ഇങ്ങനെയുള്ള ഒരു പരിപാടിയില്ലാതെ കിട്ടാനുള്ള ഒരു പേഴ്സണൽ ലോൺ ഉണ്ട്. ആ കമ്പനിയുടെ വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള അറിവുകൾക്കായിട്ട് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക. പണം എന്ന് പറയുന്നത് എല്ലാവരുടെയും മുഖ്യധാര സംഭവമാണ്. അതൊരു വലിയ സംഭവം തന്നെയാണ്. അതില്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കില്ല, കാര്യങ്ങൾ നടക്കില്ല, എല്ലാം മന്ദഗതിയിലാവും. ചിലപ്പോൾ അത് നടക്കുകയേ ചെയ്യില്ല. ചിലപ്പോൾ നമ്മൾ വെറുതെ കരയേണ്ട സാഹചര്യങ്ങൾ പോലും എത്തിപ്പെട്ടിട്ടുണ്ടാവും പണമില്ലാതെ. മാൻഡ്രേക്കാണ് പണം എന്ന് പറയുന്നത്. ഇതിനെ വരുത്താനുള്ള ഒരുപാട് വഴികളുണ്ട്. എന്നാൽ ആ വഴികൾ അന്വേഷിച്ചിട്ട് പോകുമ്പോഴും നമ്മൾ പണം ആവശ്യമാണ്. ചിലപ്പോൾ അന്വേഷിച്ച് പോകാൻ ആവശ്യമാണ്. ആ സമയത്ത് ചിലപ്പോൾ ഫുഡ് കഴിക്കേണ്ടി വരും, അതിനും പൈസ ആവശ്യമാണ്. അപ്പോൾ പണം ഉണ്ടെങ്കിൽ മാത്രമേ പണം ഉണ്ടാക്കാൻ പറ്റൂ എന്നത് ഒരു സിസ്റ്റമാണ്. അറിവുകൊണ്ട് നമുക്ക് പണം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ എന്നിരുന്നാൽ അതിൻ്റെ എവിടെയെങ്കിലും ഒരു കോണിൽ കുറച്ചെങ്കിലും പൈസ നമുക്ക് ചിലവ് വരും. അങ്ങനത്തെ സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോൺ റേസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പണം ഇവിടുന്ന് എടുക്കേണ്ടി വരും. പലപ്പോഴും നമുക്ക് ജോലി ചെയ്തിട്ടോ ബിസിനസ് ചെയ്തിട്ടോ കിട്ടുന്നതൊന്നും തികയാറില്ല എന്നതാണ് സത്യാവസ്ഥ. ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്കത് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ധനകാര്യ സ്ഥാപനങ്ങളിൽ പോകുക. ധനകാര്യ സ്ഥാപനങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ബാങ്കിൽ പോകും. ബാങ്കിൽ നിന്ന് നമുക്ക് കിട്ടില്ല. തൊട്ടടുത്തുള്ള പലിശക്കാരുണ്ട്. പലിശക്കാർക്ക് ചിലപ്പോൾ എടുത്തിട്ട് നമ്മൾ തിരിച്ചടക്കാൻ ബാക്കിയുണ്ടാവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. ബാങ്കിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ അടക്കാതെ വന്നിട്ട് നമ്മുടെ സിബിലൊക്കെ ഡൗൺ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ സിബിൽ നേരെ ആയിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ബാങ്കുകാർ നേരത്തെ ഹിസ്റ്ററി കണ്ടുകൊണ്ട് തരാത്ത സാഹചര്യം വരും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ള NBFCകൾ അന്വേഷിച്ച് പോകും. ഇന്ത്യയിൽ 9600ഓളം RBIയിൽ രജിസ്റ്റർ ചെയ്ത NBFCകളുണ്ട്. ഇതിൽ നമുക്ക് ലോൺ എടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. ആ NBFCകളിൽ നമ്പർ 1 റേഞ്ചിൽ കിടക്കുന്ന ഒരു കമ്പനി ഏകദേശം നിങ്ങൾക്ക് 50 ലക്ഷം രൂപയോളം 7 വർഷത്തേക്ക് ഒരു ജാമ്യം, ഒരു കാര്യം, ഒരു ഈടുമില്ലാതെ നിങ്ങൾക്ക് ലോൺ തരും. അപ്പോൾ ഏതാണ് കമ്പനി എന്നതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്തിപ്പെടുന്ന ഡാഷ്ബോർഡ് ഇതാണ്. ആദിത്യ ബിർള ക്യാപിറ്റൽ. ആദിത്യ ബിർള എന്ന് പറഞ്ഞ ആ കമ്പനിയെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഐഡിയയുടെ സിം എടുക്കും. അപ്പോൾ സിമ്മിൻ്റെ താഴെ ആദിത്യ ബിർള എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അന്നാണ് ഞാൻ മനസ്സിലാക്കി ആദിത്യ ബിർള കമ്പനിയുടേതാണ് ഈ ഐഡിയ കമ്പനി എന്ന് പറയുന്നത്. പിന്നീട് ആദിത്യ ബിർളനെ കുറിച്ച് കുറച്ച് അറിയാവുന്ന പ്രായമൊക്കെ എത്തിയപ്പോൾ ആദിത്യ ബിർളക്ക് ഒരുപാട് ബിസിനസ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, അങ്ങനെയുള്ള പല കമ്പനികളൊക്കെ ഉണ്ട്, ഫിനാൻസ് കമ്പനികളുണ്ട്, എല്ലാം ഉണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ അവരുടെ ലോണിൽ ഇത്രയും ഭയങ്കരമായിട്ട് ലോൺ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരൊരു വലിയൊരു NBFC ആണ് എന്നറിഞ്ഞത് ഈ ഇടക്കാണ്. ആദിത്യ ബിർള ഫിനാൻസ് ലിമിറ്റഡ് എന്നൊരു ലിമിറ്റഡ് കമ്പനിയാണ്. ഈ ഒരു കമ്പനിയുടെ പേരിൽ ഒരുപാട് തട്ടിപ്പ് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആദിത്യ ബിർളയുടെ പേര് വെച്ചിട്ട് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മെസ്സേജ് അയക്കും. എന്നിട്ട് നിങ്ങളുടെ ഡാറ്റ കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വാട്സപ്പിലോ ഫോണിലോ വിളിക്കും. അയ്യോ, ഞങ്ങൾ ആദിത്യ ബിർള എന്നാണ് വിളിക്കുന്നത്, ഇതാണ് എൻ്റെ ID കാർഡ് എന്ന് പറഞ്ഞിട്ട് ID കാർഡിൻ്റെ ഒക്കെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ID കാർഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഫോട്ടോഷോപ്പൊക്കെ ചെയ്തിട്ടുണ്ടാക്കിയിട്ട് അയച്ചു തരും. പിന്നെ നിങ്ങൾക്ക് ലോൺ വേണം, 10 ലക്ഷം പാസ്സായിട്ടുണ്ട്, അല്ലെങ്കിൽ 20 ലക്ഷം ഇതാ ഇപ്പം തന്നെ പാസ്സായി, നിങ്ങളുടെ സിബിൽ നമ്പറും ഡീറ്റെയിൽ ഒന്ന് അയക്കും. അത് എൻ്റെ കൊടുക്കുന്ന മുറക്ക് 2 മിനിറ്റ് കൊണ്ട് തിരിച്ചു പറയാണ്, സാറേ 10 ലക്ഷം രൂപ പാസ്സായിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ലോൺ റെഡിയാണ്, പക്ഷേ ഒരു ചെറിയൊരു ചാർജ് പ്രോസസ്സിംഗ് ഫീസ് ഉണ്ട്, ഒരു 2000 രൂപ നിങ്ങൾ അടക്കണം എന്ന് പറയും. അങ്ങനെ ഈ 2000 രൂപ ഒരു കൈക്കലാക്കിയിട്ട് അടുത്ത നെക്സ്റ്റ് തട്ടിപ്പ് എന്താ അറിയോ? സാറേ 10 ലക്ഷം രൂപ നിങ്ങളുടെ അപ്ലൈ ചെയ്ത സമയത്ത് ഒരു 0 കൂടിപ്പോയി സാറേ, അത് ഒരു കോടി രൂപയായിട്ട് പോയി. അറിയാതെ ഞങ്ങൾ ഒരു 0 ഞങ്ങളുടെ എംപ്ലോയിക്ക് തെറ്റുപറ്റിപ്പോയതാണ്. 1 കോടിയാണ് നിങ്ങൾക്ക് പാസ്സായത്. എന്താ ചെയ്യുക സാറേ? വല്ലാത്തൊരു അവസ്ഥയാണ്, ഞങ്ങൾക്കത് മാറ്റാനും പറ്റില്ല. എന്താ ചെയ്യുക സാറേ? നിങ്ങളുടെ ഒരു 20,000 രൂപ വേണ്ടി ഒരു സാറേ, നേരത്തെ 2000 തന്നു, 20,000 കൂടി അടച്ചു കഴിഞ്ഞാൽ ആ 1 കോടിയാണ് നിങ്ങൾക്ക് ഡിസ്മിസിൽ തരും. അവരങ്ങനെ സംസാരിക്കുക, മലയാളത്തിലെ സംസാരിക്കുക. നിർഭാഗ്യവശാൽ എത്രയോ മലയാളികൾ നോർത്ത് ഇന്ത്യയിൽ ഇരുന്നിട്ട് ഇങ്ങനെയുള്ള ഫ്രോഡ് പരിപാടി ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആൾക്കാരെ എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള അനുഭവം വന്നിട്ടുണ്ട് അപ്പം തന്നെ കേരള പോലീസിൻ്റെ സൈബർ സെല്ലിൽ കോൺടാക്ട് ചെയ്ത് ഇവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഇവന്മാരെ ഒരിക്കലും വിടരുത്. മലയാളത്തിൽ കോൺടാക്ട് ചെയ്യുന്നു, മലയാളത്തിൽ മെസ്സേജ് അയക്കുന്നു. മലയാളികൾ തന്നെ ഇതിൻ്റെ പിന്നിൽ കുറേ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. കേരളത്തിലല്ല കേട്ടോ, നോർത്ത് ഇന്ത്യയിൽ. ഇവിടുന്നൊക്കെ ചേക്കേറി പോയ കുറേ മലയാളികൾ നോർത്ത് ഇന്ത്യയിൽ ഇരുന്നിട്ടാണ് ഈ പരിപാടികൾ കാര്യങ്ങൾ ചെയ്യുന്നത്. കുറേ ഹിന്ദിക്കാർ, കുറേ ഇംഗ്ലീഷുകാർ ഒക്കെ. അപ്പോൾ ഈ ഒരു ബിഗ് ബ്രാൻഡിൻ്റെ പേരിലൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും ഇത് ഇവർ മനസ്സിലാക്കുന്നില്ല. ആദിത്യ ബിർളനെ എല്ലാവർക്കും അറിയാം, വിശ്വാസമാണ്. ആദിത്യ ബിർളയുടെ ഒറിജിനൽ ലോണാണെന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോകുന്നത്. എന്നാൽ ഒറിജിനൽ അല്ല, അത് ഫേക്കാണ്. ഏതെങ്കിലും ഒരാൾ മെസ്സേജ് അയച്ചിട്ട് പേഴ്സണലി തട്ടിപ്പാക്കിയിട്ട് ഫ്രോഡ് പരിപാടി ചെന്ന് ചേർന്നു. അപ്പോൾ ഓർക്കുക, ഒരാളും ആദിത്യ ബിർളയിലെ ഒരു കമ്പനിയുടെ ഒരാൾ ഒഫീഷ്യൽ അല്ലാത്ത അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരാൾ നിങ്ങൾക്ക് അവരുടെ കമ്പനി പേരിലോ ID കാർഡോ ഒക്കെ ഇങ്ങനെ മെസ്സേജൊക്കെ അയച്ചു കഴിഞ്ഞാൽ നമ്പർ 1 ഫ്രോഡ്. ഒരാൾക്കും 1 രൂപയും ലോണിൻ്റെ പേരിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരാൾക്കും 1 രൂപ പോലും ലോണിൻ്റെ പേരിൽ ആദ്യം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ചാർജസ് ഒക്കെ ഉണ്ട്, ലോണിന് പ്രോസസ്സിംഗ് ഫീസൊക്കെ ഉണ്ട്. അതൊക്കെ അവർ കട്ട് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരിക. എനിവേ, ഞാനിവരെ സൈറ്റിലേക്ക് പോവാണ്. ഇതാണ് ആദിത്യ ബിർളയുടെ വെബ്സൈറ്റ്, AdityaBirlaCapital.com. അവരുടെ വെബ്സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കാണും. ഇതാണ് അവരുടെ ടോൾ ഫ്രീ നമ്പർ.
വിളിക്കാനുള്ള, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് വിളിക്കാനുള്ള കസ്റ്റമർ കെയർ നമ്പർ. പേഴ്സണൽ ലോൺ കാണാൻ പറ്റും. ഇവിടെ പേഴ്സണൽ ലോണിൽ കാര്യങ്ങൾ രജിസ്റ്റർ യുവർ സെൽഫ്, പ്രൊവൈഡ് ബേസിക് ഡോക്യുമെന്റേഷൻ, ഗെറ്റ് ലോൺ ഡിസ്പേഴ്സൽ, നോ ടൈം. അവർക്കും തിരക്കുണ്ട്, നിങ്ങൾക്കും തിരക്കുണ്ട്. അപ്പോൾ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലോൺ തരിക എന്നതാണ് ഇവർ മെയിൻ ആയിട്ടുള്ള കാര്യം. വൈ ഓപ്റ്റ് അവർ പേഴ്സണൽ ലോൺ? എന്തിന് ഓപ്റ്റ് ചെയ്യണം? അതിൽ ഒന്നാമത്തെ കാര്യം ഫ്ലെക്സിബിൾ റീപേയ്മെന്റ് ഓപ്ഷൻ. ഫ്ലെക്സിബിൾ ആണ്. ഫ്ലെക്സിബിൾ ടെൻഡർ ഓപ്ഷൻസ് അപ് ടു 7 വർഷം വരെ നിങ്ങൾക്ക് സമയം കിട്ടും. മാക്സിമം ലോൺ അപ് ടു 50 ലക്ഷം വരെ നിങ്ങൾക്ക് ലോൺ കിട്ടും. പേയ്മെന്റ് ഓപ്ഷൻസ് ECS സ്നാച്ച്. ECS സ്നാച്ച് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയി പോകുന്ന സിസ്റ്റം. നോ സെക്യൂരിറ്റി ഓർ കൊളാറ്ററൽ റിക്വയർഡ് അവൈൽ ഓഫ് ദ ലോൺ. ഒരു കൊളാറ്ററലും വേണ്ട, ഒരു സെക്യൂരിറ്റിയും വേണ്ട. അപ്ലിക്കന്റ് ക്യാൻ ബി ക്ലബ് ഇൻകം ഓഫ് കോ അപ്ലിക്കന്റ് ടു എൻഹാൻസ് എലിജിബിലിറ്റി. കോ അപ്ലിക്കന്റ് കൂടി ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് എലിജിബിലിറ്റിയുടെ സാധ്യത കുറച്ച് കൂടി കൂട്ടും എമൗണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് റിമെയിൻ അൺചാർജ്ഡ് ടു ദ ലോൺ ടെന്നർ. ഇൻട്രസ്റ്റ് റേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ വീണ്ടും കുറേ കാര്യങ്ങൾ താഴെ പറഞ്ഞു. KYCയുമായി ബന്ധപ്പെട്ടത്, സ്റ്റേറ്റ്മെന്റ്, നമുക്ക് ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾ നോക്കുക. സോ കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട്, ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരെ കാര്യങ്ങൾ കിട്ടും. വീണ്ടും അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് iOS ആപ്ലിക്കേഷൻ ലിങ്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അവരുടെ വെബ്സൈറ്റ്. ഞാൻ ഒരു കാര്യത്തിലേക്ക് മൂവ് ചെയ്യാണ്. അതായത് ഇവരുടെ RBI NBFC ആണോ എന്ന് ചെക്ക് ചെയ്യണം. RBIയുടെ NBFC 9600 NBFC ഉണ്ട്. അതിൽ നിങ്ങൾ നോക്കിയേ, ഈ പേജിൽ 7ാമത്തെ റേഞ്ചിൽ കിടക്കുന്ന അഹമ്മദാബാദിലെ ഒരു കമ്പനി നോക്കി, ആദിത്യ ബിർള ഫിനാൻസ് ലിമിറ്റഡ്. ഈ കമ്പനി 7ാമത്തെ റേഞ്ചിൽ കിടക്കുന്ന കമ്പനിയാണ് ആദിത്യ ബിർള എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും റാങ്കിങ് ആയ ഇന്ത്യയിൽ എത്രയോ വർഷങ്ങളായിട്ടുള്ള കമ്പനിയാണ്. ഈ കമ്പനിയുടെ പേരിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട്. വാട്സപ്പും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ മെസ്സേജ് ഒക്കെ ഇട്ടിട്ട് ആൾക്കാർ നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ അപ്പം തന്നെ വരും സ്കാമിൽ പെട്ടു. അപ്പം തന്നെ സൈബർ സെല്ലിനെ വിളിച്ചിട്ട് അവൻ്റെ നമ്പർ കൊടുത്തേക്കാം, അവൻ എന്തെങ്കിലുമായിട്ട് തീർക്കണം. ഇനി അല്ല, ഇങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഒരാൾ പൈസ ചോദിച്ചാൽ ആര് ചോദിച്ചാലും പൈസ കൊടുക്കരുത് കേട്ടോ. ആര് ചോദിച്ചാലും പൈസ കൊടുക്കരുത് ലോണിൻ്റെ ആവശ്യത്തിനൊക്കെ വേണ്ടി. ഇനി ഇവരുടെ ടേംസ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ നോക്കുക. ചിലപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ വേരി ചെയ്യും. പിന്നെ എപ്പോഴും ലോൺ എടുക്കുമ്പോൾ ഓർക്കുക, ഈ ലോൺ വെറുതെ ഒന്നും ലോൺ കിട്ടില്ല. അതായത് ജോലിയും കൂലിയൊന്നും ഇല്ലാത്ത, ഈ ബിസിനസ്സോ കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരാൾക്കും ഈ ലോൺ കിട്ടില്ല. റീസൺ 21 വയസ്സ് കഴിഞ്ഞിരിക്കണം, സാലറി പേഴ്സൺ ആയിരിക്കണം, കൃത്യമായിട്ടുള്ള സാലറി വരുന്നവരായിരിക്കണം, ITR ഫയൽ ചെയ്യുന്നവരായിരിക്കണം, സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ലോൺ കിട്ടും. അല്ലാത്തവർക്കൊന്നും ലോൺ കിട്ടില്ല. ആരും ട്രൈ ചെയ്യേണ്ട. പിന്നെ സിവിൽ സ്കോറൊക്കെ അത്യാവശ്യം 750 മുകളിൽ സിവിൽ സ്കോറൊക്കെ ഉണ്ടാവണം, എന്നാലേ ഈ പൈസ കിട്ടുള്ളൂ. അല്ലാത്തവർക്ക് കിട്ടില്ല. 100% ഉറപ്പാണ്. വെറുതെ അപ്ലൈ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് സാധ്യത വളരെ കുറവാണ്. അപ്പോൾ എല്ലാവർക്കും ഇതിൽ നിന്ന് ലോൺ കിട്ടട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സോ നിങ്ങളെല്ലാവർക്കും, നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളീഗ്സ് ഒക്കെ ഉണ്ട്, അവർക്കൊക്കെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കാം. എന്നിട്ട് അവരോട് അപ്ലൈ ചെയ്യാൻ പറയാം. ഇതിവിടെ അപ്ലൈ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേര്, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാം ചെയ്യാവുന്നതാണ്. ഇവിടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ലൈവ് ചാറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇവിടെ താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളീഗ്സ് എല്ലാവർക്കും കൊടുത്ത് അവരെ കൂടി ലോൺ എടുക്കാൻ വേണ്ടി സഹായിക്കുക. അഭിപ്രായങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇറ്റ്സ് മീ ഷോണി സൈനിങ് ഓഫ്. ബൈ.